നീ ഇനി അടുക്കളയിൽ നിന്ന് മാറിയില്ലേ കമല? ഞാൻ രാവിലെ കഴിക്കാനുള്ളത് ഉണ്ടാക്കി എടുക്കാന്ന് വെച്ചു മാഷെ. എന്തിനാ കമല ഇത്? നമുക്ക് പുറത്ത് വല്ലയിടത്തൊന്നും കഴിക്കാറുന്നല്ലോ. രാവിലെ തന്നെ കഷ്ടപ്പാടുണ്ടാക്കി കെട്ടിത്താങ്ങി പോണ്ടേ? അത് സാരമില്ല മാഷെ, എല്ലാരെയും കൊണ്ട് ഹോട്ടലിൽ കയറിയ രൂപ എത്രയാവുന്ന? നിന്റെ ഈ ഗണിശം മക്കൾക്ക് കിട്ടിയില്ലല്ലോ കമല. എന്റെ കഴിച്ചും കൊണ്ടാ ഈ വീടിങ്ങനെ കഴിഞ്ഞു പോണത്. അതിന് ഞാൻ സംശയമൊന്നും പറഞ്ഞില്ലല്ലോ. മാഷ് പോയി വേഗം തയ്യാറാവാൻ നോക്ക്. എന്റെ കുളി കഴിഞ്ഞതാ, എനിക്ക് ഡ്രസ്സ് മാറിയാ മാത്രം മതി. ആ ശരി. മാഷെ, 2 ഇഡലി കഴിക്കുന്നോ? ഈ നേരത്തോ? വേണ്ട, എല്ലാവരും കൂടി ഒരുമിച്ചാവാം. ഒരു ചായ ഇട്ടേക്ക്. എന്താണ് രാവിലെ തന്നെ ഒരു അടുക്കള റൊമാൻസ്? റൊമാൻസോ? ഈ കുട്ടി എന്തൊക്കെയാ പറയണേ? അയ്യോ, ആ വാക്കത്ര തെറ്റൊന്നുമല്ല. ഓ, പിന്നെ അതിനങ്ങനെ പ്രായമില്ല. നിങ്ങൾക്കിടയിലാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് അതുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരേ മനസ്സായിട്ട് ജീവിക്കാൻ പറ്റും. എന്റെ അച്ഛനും അമ്മയും പരസ്പരം നല്ല സ്നേഹമുള്ളവരാ. പക്ഷേ ഇവിടെ അമ്മയ്ക്കും അച്ഛനും ഇടയിലുള്ളൊരു ബോണ്ടിങ് അത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഒളിച്ചോട്ടത്തിനും കല്യാണത്തിനും മുൻപ് കുറെ നാള് പ്രേമിച്ച് നടന്നതല്ലേ, അതായിരിക്കും കാരണം. കുട്ടി അത് മിണ്ടാതിരുന്നേ. ഇത് ആരെങ്കിലും കേട്ടു വരണ്ട. കേട്ട് വരട്ടേന്നേ. അച്ഛന്റെ അമ്മയുടെ ആ ഗുണമായി മക്കൾക്ക് ഒരാൾക്ക് പോലും കിട്ടിയിട്ടില്ലെന്നേ. അവര് പഠിക്കട്ടെ. വേറെ പണിയൊന്നും ഇല്ലെങ്കിലേ ദേ ആ മാവെടുത്ത് ഈ തട്ടിലേക്ക് ഒഴിച്ചിട്ട് ആ അടുപ്പിലേക്ക് വെച്ചു. ഞാൻ മാഷിനൊരു ചായ ഉണ്ടാക്കട്ടെ. നല്ല റൊമാൻറ്റിക് ചായ തന്നെ ആയിക്കോട്ടെ. എപ്പോഴും അച്ഛന്റെ അമ്മയുടെ കൈ പിടിച്ച് നടക്കണം, കൂട്ടം തെറ്റി പോരുത്. ഞാൻ വേറെ ചെറിയമ്മയുടെ കൂടെ ഉണ്ടാവും, അതുപോലെ. വേറെ ചെറിയമ്മ ചിലപ്പോ തിരക്കിലായിരിക്കും. എപ്പോഴും അതിനെ ചെറിയമ്മ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്നത്. അയ്യോ, ചെറിയമ്മയ്ക്ക് എന്റെ കൂടെ നടക്കുന്നതാണ് ഇഷ്ടം, ഒരു ബുദ്ധിമുട്ടുമില്ല. ശരി, നീ എന്തെങ്കിലും ചെയ്, പക്ഷെ ഒറ്റയ്ക്ക് അങ്ങ് പോരുത്. ഓക്കെ? ഇങ്ങത്താ. നീ തയ്യാറായില്ലേ ശ്രീജെ? ഞങ്ങളൊക്കെ ഒരുക്കിട്ടോ? നിങ്ങൾക്ക് കുളിയും കഴിഞ്ഞ് മുണ്ട് ഷർട്ടോട് നിന്നാ പോരെ. ഞങ്ങൾക്ക് അങ്ങനെയാണോ? മോളിച്ചില്ല, ഇതൊന്ന് വെച്ചേക്ക്. ഇനി നിനക്ക് റെഡി ആവല്ലോ. വീടൊക്കെ തൂത്തിരുന്ന വിശ്വട്ടാ. അല്ലാതെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? എടി സമയം പോവാണ്, അതിന് വന്നിട്ട് പോരെ. 8 മണിക്കല്ലേ ഇറങ്ങേണ്ടത്, അതിനു മുമ്പ് തീർത്ത് റെഡി ആയിക്കോളാം. എങ്ങനെയുണ്ട് വിനേട്ടാ? നന്നായിട്ടില്ലേ? നീ അല്ലേ സുന്ദരിയല്ലേ? അതൊന്ന് മുഖത്ത് നോക്കി പറ മനുഷ്യ. ഞാൻ ഇത്ര നേരം നോക്കിയിരിക്കായിരുന്നല്ലോ. വെറുതെ കള്ളം പറയരുത് കേട്ടോ. എടി നന്ദിനി, പുറമേ നിന്ന് കൂട്ടിയെടുക്കാൻ പറ്റുന്ന സൗന്ദര്യത്തിന് ഒരു പരിധിയുണ്ട്. ആദ്യം നീ അത് മനസ്സിലാക്കണം. അപ്പോ നമ്മൾ ഇത്രേ ഉള്ളൂ ഒരു തോന്നലുണ്ടാവും. പിന്നെ കിട്ടുന്നതെല്ലാം അഡീഷണൽ ബോണസ് ആണ്. അടി എന്ത്? കാക്ക വിളിച്ചാ കൊക്ക ആവത്തില്ല. വെളുത്ത കൊക്കിന് ഇത്തിരി ഭംഗി കൂടുതലാണെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ കൊക്ക് എന്ത് പറഞ്ഞാലും അനുസരിക്കാനായിട്ട് നിൽക്കുന്നത്. നന്ദിനി, നീ വെറുതെ വേണ്ടാത്ത പറഞ്ഞുണ്ടാക്കരുത്. അത് പറയാതിരിക്കണമെങ്കിലേ നിങ്ങളുടെ സ്വഭാവം മാറണം. എന്ത് രഹസ്യമാണ് നിങ്ങൾക്ക് വേദക്കിടയിലുള്ളതെന്ന് എനിക്കറിയണം. രഹസ്യോ? നീ എന്ത് തേങ്ങ അടി പറയുന്നത്? എന്തോ പറഞ്ഞ് നിങ്ങളെ അവള് പേടിപ്പിക്കുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയണം. ഈ യാത്രയിൽ ഞാനത് അറിയും. നോക്കിക്കോ. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ നിങ്ങളുടെ വിശ്വേടൻ പഴയ പോലൊന്നും അല്ല. വലിയ ബിസിനസ്സുകാരിയുടെ ഭർത്താവാ. ടൂറിന്റെ ഇടയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് ചെലവാക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരിക്കലും ഇല്ല. എന്നാ നിങ്ങൾക്ക് നല്ലത്. ആ പെണ്ണടി നോക്ക്. റെഡിയല്ലേ സ്വാമി? നീ റെഡിയായോ? ഞാൻ എപ്പോഴേ റെഡി. ദേ വണ്ടി വന്നു തോന്നുന്നു. ദാ ഇത് കയ്യിൽ വെച്ചു. എന്താ ഇത്? കുറച്ച് കാശാണെന്ന്. എന്തിന്? കാശ് എന്തിനാ ചെലവാക്കാൻ? വേണ്ട, ഞാൻ രാജേട്ടനോട് കുറച്ച് സംഘടിപ്പിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നമുക്ക് അത് വാങ്ങാം. അങ്ങനെ ഇപ്പൊ ഈ യാത്രയ്ക്ക് വേണ്ടി രാജേട്ടന്റെ കയ്യിൽ നിന്ന് സംഘടിപ്പിക്കണ്ട. ഈ യാത്രയിലെ എല്ലാ ചെലവും സ്വാമി തന്നെ നേരിട്ടങ്ങ് നടത്തിയാൽ മതി. പേടിക്കണ്ട, ഇതെന്റെ സ്വന്തം കാശ. ഓ, ഇതും ശ്രീനി സാറിനെതിരെ കേസ് നടത്തുന്നതിനുള്ള കാശായിരിക്കും അല്ലേ? അതിനെ ഞാൻ ഒരു സിറ്റിങ്ങിന് 10,000ങ്ങളും ലക്ഷങ്ങളും ഒന്നും വാങ്ങുന്ന അഡ്വക്കേറ്റ് ഒന്നുമല്ല. LLB കഴിഞ്ഞ് കുറച്ചു കാലം ഞാനൊരു പ്രൈവറ്റ് അക്കാഡമിയിൽ പഠിപ്പിക്കാൻ പോയിരുന്നു. വെറുതെ വീട്ടിലിരിക്കുമ്പോ ഒരു ടൈം പാസ്. ഏതാണ്ട് 1 വർഷം ആ ക്യാഷ് അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. എന്റെ പേഴ്സണൽ ചെലവിനുള്ളത് മുത്തശ്ശിയുടെ വകയായിട്ട് ബാങ്കിൽ വേറെയുണ്ട്. നോമ്പ് നോറ്റ ആളോടെ ഞാൻ കള്ളം പറയില്ല. ഞാനായിട്ട് അധ്വാനിച്ച പൈസ തന്നെയാ. ഞാൻ നിശ്ചയിച്ച ഈ യാത്രയ്ക്ക് ഈ പണം മതി. ഇത് വാങ്ങൂ. നല്ല കുട്ടി. അവസാന സമയത്താണ് അവളുടെ അടിച്ചു വല്ല തുടക്കലും. ശ്രീജിക്ക് അങ്ങനെയാ. വീട് വൃത്തിയാക്കിയിട്ടിട്ട് വേണം എങ്ങോട്ടെങ്കിലും പോവാൻ. തിരിച്ചു വരുമ്പോ പൊടി അഴുക്കും കാണാൻ പാടില്ല. നിങ്ങൾ കയറിക്കും, ഞാൻ വീട് കൂട്ടി വരാം. ഇതെന്താ ഇത്? കഴിക്കാനുള്ള ഇടലി എന്താ വേണ്ടേ? അത് വേണം, അത് വേണം. ഞാൻ പിടിച്ചോളാം. വിടടി. ഒന്ന് വിളിച്ചേ. കെട്ടിയോണ്ട് വെക്കണ. വിനായ വിനായ ഇനി ഉണ്ടല്ലോ, പിടിച്ചോ. ആ വണ്ടി പോട്ടെ. റൈറ്റ്. അപ്പോ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ തീർത്ഥയാത്ര ആരംഭിക്കുകയാണ്. അച്ഛൻ ഞങ്ങളുടെ പാട്ട് പാടട്ടെ. അതെ, അപ്പുമോളുടെ പാട്ടോടുകൂടി യാത്ര ആരംഭിക്കുകയാണ്. പടി. സൂക്ഷിച്ചേ. അവിടെ ഒന്ന് പാടിക്കും. അപ്പൊ മോള് നന്നായിട്ട് പാടുന്നുണ്ടല്ലോ ശ്രീചേട്ടത്തി. ശരിയാ, അവളെ അടുത്ത കൊല്ലം അതിൽ പാട്ട് പഠിപ്പിക്കാൻ പറ്റണം. അതെ, സ്റ്റാർ സിംഗർ ജൂനിയറിന്റെ അടുത്ത സീസൺ തുടങ്ങുമ്പോഴേ വിട്ടാ മതി. കപ്പ് വീട്ടിലിരിക്കും. അപ്പുമോള് മാത്രമല്ല, ശ്രീചേച്ചി വിശ്വേട്ടനും ഒക്കെ ഫേമസ് ആവും. ടിവിയിലൊക്കെ കാണിക്കുമല്ലോ. വേണ്ട നന്ദിനി, പേരൻസിന് പകരം നിന്നെയും വിനായകനെയും വിടാം. നീ ചുളുവിലങ്ങ് ഫേമസ് ആയിക്കോ. ശ്രീചേച്ചിയുടെ കുത്ത് എനിക്ക് മനസ്സിലായി. എന്ത് കുത്ത്? എനിക്ക് കുട്ടികളില്ലാത്തോണ്ട് പറഞ്ഞല്ലേ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആ കുഞ്ഞ് ഇവിടെ മര്യാദയ്ക്ക് ഒന്ന് പാടുമ്പോഴാണ് നിങ്ങളുടെ ഒരു വർത്തമാനം. പിന്നെ അവളിപ്പോ പാട്ടുപാടി അയ്യപ്പനെ പ്രത്യക്ഷപ്പെടുത്താൻ പോവില്ലേ? ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ആരുടെ മുഖം അവരുടെ കണ്ണിപ്പെടരുത്. ഇല്ല, ഒരിക്കലും ഇല്ല സർ. കേരളത്തിന്റെ അതിർത്തി കടന്നിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ചെയ്യാവൂ. അതിനു മുമ്പ് ഞങ്ങൾ ആരെങ്കിലും വിളിച്ചു ചെയ്യണം. ശരി, ഓക്കെ സർ. ഞാൻ തന്ന നമ്പറിൽ നിന്ന് മാത്രമേ വിളിക്കാവൂ. തിരിച്ചെത്തിയ ആ നമ്പർ ഉപേക്ഷിക്കുകയും വേണം. ശരി, പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ.
മനസ്സിലായി സാർ. ഒട്ടുമിക്കവാറും അമ്പലങ്ങൾ കയറി ഇറങ്ങിയായിരിക്കും അവരുടെ യാത്ര. അതുകൊണ്ട് തന്നെ കളിക്ക് അവിടെ താണ്ടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവരെ ഫോളോ ചെയ്യാൻ പറ്റും. എന്നാ വിട്ടോ, ഒരിക്കലും അവർ നിങ്ങളെ കാണാൻ പാടില്ല. വിക്രം അവരുടെ കൂടെയുണ്ട്. ഈ വക കാര്യങ്ങൾ ആദ്യം മനസ്സിലാകുന്നത് അവനായിരിക്കും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? ഓ സാർ. എന്നാ വിട്ടോ, പൈസ ഞാൻ അക്കൗണ്ടിലേക്ക് അയച്ചേക്കാം. എന്നാ ശരി. നീ അവർക്ക് കൊടുത്ത നമ്പർ ആരുടെ പേരിൽ എടുത്താണ്? വേദയുടെ അവളുടെ ഐഡിയുടെ കോപ്പിയും ഫോട്ടോയും വീട്ടിലുണ്ടായിരുന്നു. അത് വെച്ച് സംഘടിപ്പിച്ചതാ. ഇനി അഥവാ ആ ഫോൺ കണ്ടെത്തിയാലും അത് നമ്മളെ തേടി എത്തില്ല. കൈയടിയടി. ഞാൻ ഇവിടെ ഇരിക്കട്ടെ. പിന്നെന്താ മോളിരുന്നു. അപ്പൊ അവിടെ സീറ്റിലെ സ്ഥലമില്ലല്ലോ, നിനക്ക് ഇപ്പുറത്തിരുന്നൂടെ? ഞാൻ ഇവിടെ ഇരുന്നോളാം. വേണമെങ്കിൽ ഞാൻ പുറകിലേക്ക് ഇരിക്കാം. അത് പറ്റില്ല, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടി ഇരിക്കാൻ വന്നതാ. വിക്രസ്വാമി എവിടെ ഇരുന്നു? ഇവൾ എന്റെ മടിയിലിരുന്നോളൂ ഇല്ലേ? അയ്യോ. ഇന്നാളെ ഒരു ദിവസം എനിക്കൊരു കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞില്ലേ, അതിപ്പോ പറഞ്ഞുതരാം. ഓ എന്റെ ദൈവമേ, ഇനി വേദയുടെ കഥ പറച്ചിലും കേൾക്കണം. ഇതെന്തൊരു വിധിയായത്? ബോറടിച്ച് മനുഷ്യ ചാവുമല്ലോ. നീ ചെവി കൊടുക്കണ്ട നന്ദിനി, വേദ അപ്പുമക്കല്ലേ പറഞ്ഞു കൊടുക്കുന്നേ, അവള് കേട്ടോളൂ. നല്ലത് വല്ലാത്ത ചതിയായി പോയി. നന്ദിനി ചെറിയമ്മയ്ക്ക് കുശുമ്പ. വേറെ ചെറിയമ്മ പറഞ്ഞു. എടി കുറച്ച് ദിവസങ്ങളാണെങ്കിലേ നിന്റെ മൂത്രം അപ്പിയൊക്കെ കൊരേ ഞാനാ, അല്ല വേദ ചെറിയമ്മയല്ല. അതെപ്പോ? അതൊക്കെ ഉണ്ട് അവള് കുഞ്ഞായിരിക്കുമ്പോ. നീയോ? അതേനെ, ശ്രീ ചേച്ചി പനിയായിട്ട് കിടന്നൊരു ദിവസം ഞാനാ ഇതൊക്കെ കൊണ്ട് കളഞ്ഞത്. വേറെ ചെറിയമ്മ പറഞ്ഞു. ഒരു സുന്ദരി കുട്ടിയുടെ ഒരു രാക്ഷസന്റെ കഥ പറയാം. മതിയോ? ഇവള് എനിക്കിട്ട് പണിയുന്നതാണോ ഇത്? പണ്ട് കാലത്ത് മലകളും നദികളും ഒക്കെ ചുറ്റിക്കിടക്കുന്ന കാന്താരപുരം എന്നൊരു സുന്ദരമായ ഗ്രാമം ഉണ്ടായിരുന്നു. ഗ്രാമം സമൃദ്ധമായിരുന്നെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ ഒരു വലിയ പേടിയുണ്ടായിരുന്നു. ഗ്രാമത്തിനോട് ചേർന്ന് കിടക്കുന്ന കാട്ടിൽ അർക്കു എന്നു പേരുള്ള ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നു അത്രേ. അവിടുത്തെ മനുഷ്യരെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി തിന്നുവെന്നാണ് അവിടെയുള്ളവരൊക്കെ വിശ്വസിച്ചിരുന്നത്. ഓക്കെ, ഇതിൽ എനിക്കുള്ള കൊട്ടേഷൻ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ആ ഗ്രാമത്തിലുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു മീനാക്ഷി. രാക്ഷസന്റെ കഥ കേട്ട മീനാക്ഷി ഒരു ദിവസം അമ്മയോട് ചോദിച്ചു, അമ്മേ, നമ്മൾ ആരും രാക്ഷസനെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നതെന്ന്. അപ്പോ മീനാക്ഷിയുടെ അമ്മ പറഞ്ഞു, മോളെ, ചില ഭയങ്ങൾ കഥകൾ കേട്ട് വളരുന്നതാണ്, അത് സത്യമായി കൊള്ളണമെന്നില്ല എന്ന്. അമ്മയുടെ വാക്കുകൾ കേട്ട മീനാക്ഷി ഒരു ദിവസം കാട്ടിലേക്ക് പോയി രാക്ഷസനെ കാണാൻ തീരുമാനിച്ചു. രാക്ഷസനെ നേരിൽ കാണാനോ? അതേന്നെ. ഇവളെന്തിനാ എന്നെ നോക്കുന്നത്? അപ്പൊ ഇനി എനിക്കിട്ട് പണിയുന്നതാണോ? കാട്ടിലേക്ക് ചെല്ലുന്തോറും മീനാക്ഷിക്ക് പേടിയേക്കാൾ കൗതുകം കൂടി വന്നു. അവസാനം ഒരു വലിയ മരത്തിന്റെ കീഴിൽ അവിടെ രാക്ഷസനെ കണ്ടു. ആ പാവം രാക്ഷസൻ അവിടെ ഇരുന്ന് കരയുകയായിരുന്നു. പറയുന്നത് ശ്രദ്ധിക്കണം. എനിക്ക് അതെന്തിനാ? അത് തന്നെയാണ് മീനാക്ഷിയും രാക്ഷസനോട് ചോദിച്ചത്. അപ്പൊ രാക്ഷസൻ പറഞ്ഞു, എന്നെ കണ്ടാൽ എല്ലാവരും ഭയപ്പെട്ട് ഓടുന്നു, ഞാൻ ഇതുവരെയും ആരും ഉപദ്രവിച്ചിട്ടില്ല, എന്നിട്ടും എന്നെ എല്ലാവരും രാക്ഷസനെന്ന് വിളിക്കുന്നു, എനിക്ക് ആരും കൂട്ടുകാരില്ല, ഞാൻ ഒറ്റയ്ക്കാണെന്ന്. പാവരാശസനല്ലേ? മീനാക്ഷിക്ക് ആ രാക്ഷസനോട് പാവം തോന്നി. അന്നു മുതൽ എല്ലാ ദിവസവും മീനാക്ഷി ഈ കാട്ടിലേക്ക് പോവാൻ തുടങ്ങി. അവള് രാക്ഷസനുള്ള ഭക്ഷണവും കൊണ്ടുപോകും. രാക്ഷസൻ അവിടെ ഇരുന്ന് സ്വന്തം ജീവിതത്തെക്കുറിച്ച് അവളോട് സംസാരിക്കും. ഈ രാക്ഷസനെ പണ്ടൊരു മന്ത്രവാദി ശപിച്ചതാണത്രേ. ശരീരം വലുതാണെങ്കിലും ആ രാക്ഷസന്റെ മനസ്സ് കുഞ്ഞുങ്ങളുടേതുപോലെയായിരുന്നു. പതിയെ പതിയെ മീനാക്ഷി രാക്ഷസന്റെ മനസ്സ് മാറ്റിയെടുത്തു. അവനെ കാട്ടിൽ നിന്ന് നാട്ടിലെത്തിച്ചു. ആദ്യമൊക്കെ ആളുകൾ പേടിച്ചെങ്കിലും പിന്നെ ആളുകൾക്ക് ആ രാക്ഷസനെ ഇഷ്ടമാവാൻ തുടങ്ങി. പതിയെ പതിയെ ആ രാക്ഷസൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി. ഇതാണ് കഥ. നല്ല കഥയാണല്ലോ വേറെ ചെറിയമ്മേ. അല്ലേ? അപ്പോ ഈ കഥയിൽ നിന്ന് അപ്പുമോൾ എന്ത് മനസ്സിലാക്കി? ഈ കഥയിലെ മീനാക്ഷി വേറെ ചെറിയമ്മയും രാക്ഷസൻ വിക്രം ചെറിയച്ചനെന്ന്. എടി, ആ വണ്ടി തത്രേ. എല്ലാരും വന്നു. നല്ല സാമ്പാർ വട എന്റെ വക. അച്ഛാ വാച്ചാ. ഹായ്. വിക്രം, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ഞാനേ ഒന്ന് കൈ കഴുകിട്ട് വരാം. സാപ്പിടുന്നതൊക്കെ എന്നാ വേണം സാർ? പറയാ എല്ലാരോടും വരട്ടെ. നീ എഴുതുന്നില്ലേ? എന്റെ കയ്യിൽ അത്ര ചെളിയൊന്നുമില്ല. അത് ശരിയാ, തലയിലാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അവിടെ തിരക്കുണ്ടോ വേദ? അതിനടുത്ത് പോയിട്ട് വന്നോളൂ. യാത്ര ചെയ്തൊക്കെ ക്ഷണിച്ചു പോയല്ലോ. എടാ വിനായ, നല്ല സാമ്പാർ വട റെഡി ആയിട്ടുണ്ട്. ഓർഡർ ഇട്ടാ. ഭയങ്കര ചൂടല്ലേ? ഉണ്ട്, എനിക്ക് അത്ര തോന്നുന്നില്ല. എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. പിന്നെ കുറച്ച് വെള്ളം കുടിക്കണേ, ഇല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വരും. നന്ദിനി അടുത്തേക്ക് ദാഹിക്കുന്നില്ലേ? ദാ എടുത്ത് കുടിച്ചോ. നമ്മൾ ചിതറാവൻ മലയുടെ അടിവാരത്തെത്തി. ആദ്യകാലത്ത് ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നു. പിന്നീട് ഭഗവതി ആരാധിച്ചു തുടങ്ങിയത്. ഇത്തരം കഥകളൊക്കെ എല്ലാ സ്ഥലത്തും കാണില്ലേ? അത് ശരിയാ. പക്ഷേ ആക്രമിക്കാൻ വരുന്നവരിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദേവി എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു സമാധാനം കൂടുതലുണ്ടാവുമല്ലോ.